പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മ കാണണമേ. അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ആ മക്കളിലേക്ക് അമ്മയൊന്ന് ഇറങ്ങിച്ചെല്ലണമേ. ഒരു ദൈവ പൈതലിനെ അവർക്കായി കൊടുക്കണമേ. അമ്മേ മാതാവേ, അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ഒന്ന് തൊടണമേ. ആ മക്കളെ തൊട്ട് സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ജോയിൻ പെയിൻ മൂലം ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ടമ്മേ. അവരെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് വിടുതലും സൗഖ്യവും കൊടുക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തമ്പുരാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ മക്കൾക്ക് വേണ്ടി അമ്മയാണ് മാധ്യസ്ഥം അപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത്. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അമ്മയ്ക്കറിയാമല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അമ്മയ്ക്കറിയാമല്ലോ. ഞങ്ങളുടെ വേദനകൾ അമ്മയ്ക്കറിയാമല്ലോ. ഞങ്ങളുടെ ദുഃഖങ്ങൾ അമ്മയ്ക്കറിയാമല്ലോ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ അമ്മ എത്തിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീർ കണ്ട് ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങേ പുത്രന് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ. ഈശോയെ, അങ്ങ് അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, ചെകിടന് കേൾവി കൊടുത്തതുപോലെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്ക് ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. ഈശോയെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. പലവിധ പരീക്ഷകൾ എഴുതി പരാജയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പരാജയത്തിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്തണമേ. അവരെ ആഗ്രഹിക്കുന്നത് പോലെ നല്ല വിദ്യ കൈവരിപ്പാനും നല്ല ജോലി സ്വന്തമാക്കുവാനും തക്ക വിധമുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറക്കണമേ. വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾ ഓരോരുത്തരും തിരികെ വരുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. ഞങ്ങൾ മുഖാമുഖം കാണുവോളം അമ്മ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. ഒരു കുഞ്ഞുങ്ങൾ പോലും ദേശം വിട്ട ദേശങ്ങളിൽ പോയി കണ്ണീരോടെയും വേദനയോടെയും ആയിരിക്കാൻ സമ്മതിക്കരുതേ. അവർക്ക് കാവലായി തുണയായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ മക്കളെയും നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. ഞങ്ങൾ പാപികളും ഏഴകളുമാണ്. ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട്. എങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ. ദൈവമേ, ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ കണക്ക് വെച്ചാൽ, ഞങ്ങളുടെ തെറ്റുകളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല തമ്പുരാനെ. എങ്കിലും ഞങ്ങളെ അങ്ങ് ചേർത്തണയ്ക്കണമേ. ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടി വന്നതുപോലെ ഞങ്ങളും ഇതാ അങ്ങയെ തേടി വന്നിരിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മേ, നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.